ഡി സോൺ കലോത്സവത്തിന് പിന്നാലെ കാലിക്കറ്റ് സർവകലാശാല എ സോൺ കലോത്സവത്തിലും സംഘർഷം. മണ്ണാർക്കാട് KSU MSF പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. നാദാപുരം പുളിയകാവ് നാഷണൽ കോളേജിൽ SFI MSF പ്രവർത്തകർ തമ്മിലായിരുന്നു കയ്യാങ്കളി. ക്യാമ്പസിൽ കൊണ്ടും കൊടുത്തും സംഘർഷം തുടരുമ്പോൾ സമൂഹമാധ്യമങ്ങളിലും ചേരിതിരിഞ്ഞ പോർവിളികൾ തുടരുകയാണ്. മണ്ണാർക്കാട് നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല എ സോൺ കലോത്സവത്തിൽ KSUവും MSFും തമ്മിലായിരുന്നു സംഘർഷം. വിധി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഒരേ മുന്നണിയിലുള്ളവർ തമ്മിലടിച്ചത്. പോയിന്റ് നിലയിൽ മുന്നിലുള്ള മണ്ണാർക്കാട് MES കോളേജിന് തുടർച്ചയായി സ്ഥാനങ്ങൾ ലഭിക്കുന്നത് ഒറ്റപ്പാലം NSS കോളേജിലെ KSU ഭരിക്കുന്ന യൂണിയൻ നേതാക്കൾ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ബി സോൺ കലോത്സവത്തിൽ കോഴിക്കോട് പുളിയാവ് കോളേജിലാണ് സംഘർഷമുണ്ടായത്. നാടക മത്സരം തീരും മുമ്പ് കർട്ടനിട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ഗുരുവായൂരപ്പൻ കോളേജിലെയും ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മറ്റൊരിനമായ നാടൻപാട്ട് മത്സരത്തിന്റെ റിസൾട്ടിനെ ചൊല്ലി SFI MSF പ്രവർത്തകർ ഏറ്റുമുട്ടി. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് യൂണിയൻ ചെയർമാൻ സാനന്ദിനെ മർദ്ദിച്ചെന്നും വൈസ് ചെയർപേഴ്സൺ ഗോപികയെ മുറിയിൽ പൂട്ടിയിട്ട് അപമര്യാദയായി പെരുമാറിയെന്നുമാണ് പരാതി. സംഭവത്തിൽ SFI വളയം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഡി സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. KSU നേതാവ് ഷാജിയുടെ പരാതിയിലാണ് നടപടി. പെരിയ കേന്ദ്ര സർവകലാശാലയിൽ KSU വിദ്യാർത്ഥി അഭിരാമിന് നേരെ ആക്രമണമുണ്ടായി. മർദ്ദിച്ചത് SFI-കാരനെന്ന് KSU ആരോപിച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിട്ടയക്കപ്പെട്ട പ്രതി N ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ കയറി ആക്രമിച്ചെന്നും KSU ആരോപിച്ചു. ന്യൂസ് ബ്യൂറോസ് News 18.